നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനോട് സദസ്സിലിരുന്ന ആരോ എന്തോ ഒരു സംശയം ചോദിക്കുന്നു. ആ സംശയം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന മറുപടിയും പിണറായി വിജയൻ നൽകി. ക്ഷുഭിതനായി ജനങ്ങളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊരു ചോദ്യം ചോദിച്ചത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. പിണറായി വിജയൻ്റെ ഈ വാവിട്ടുപോയ വാക്ക് LDFനും CPMനും വലിയ തിരിച്ചടി നൽകി. അതായത് വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞ പിണറായി വിജയന് ജനം വീട്ടിൽ പോയി ഇരിക്കൂ എന്ന മറുപടിയാണ് കൊടുത്തത്. അങ്ങനെ പിണറായി വിജയൻ സർക്കാർ താഴെപ്പോയി. 10 വർഷത്തിന് ശേഷം താഴെപ്പോയി. തുടർ ഭരണം പ്രതീക്ഷിച്ചാണ് പിണറായി വിജയൻ സ്വപ്നം കണ്ടുറങ്ങിയിരുന്നത്. പക്ഷേ ആ സ്വപ്നം നടപ്പിലായില്ല. ആ സ്വപ്നം നടപ്പാകാതെ പോയതിന് ഈ പറയുന്ന പ്രസ്താവന, അതായത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന പ്രസ്താവന വലിയൊരു അളവ് വരെ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇപ്പോൾ പിണറായി വിജയനോട് വീട്ടിൽ പോയി കൽപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ്. പറയുന്നത് മറ്റാരുമല്ല, കോൺഗ്രസോ UDFോ ഒന്നുമല്ല, പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ തന്നെയാണ് അത് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എന്തെങ്കിലും എണീറ്റ് പറയൂ, ഇങ്ങനെ എന്തിനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തൊട്ടടുത്തിരുന്ന സ്വന്തം പാർട്ടിയുടെ നേതാവ് MLA KN ബാലഗോപാൽ പിണറായി വിജയനോട് ചോദിക്കുന്നതും ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ ഇളിഭ്യനാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് 10 വർഷം ഒരു ചക്രവർത്തിയെ പോലെ കേരളം ഭരിച്ച അതേ പിണറായി വിജയൻ ഇപ്പോൾ സാക്ഷാൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴിതാ വീണ്ടും വീട്ടിൽ പോയി കൽപ്പിച്ചാൽ മതി എന്ന ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന സ്വന്തം ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന നേതാവ് ബിനോയ് വിശ്വൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം രൂക്ഷമായിരുന്നു. ഒരു പ്രതിപക്ഷ ഉപനേതാവ് വേണം, കാരണം ഇവിടെ പിണറായി വിജയന് ഭരണപക്ഷത്തെ നേരിടാൻ കഴിയുന്നില്ല, ഭരണപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, പ്രായാധിക്യമുണ്ട്, അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് വേണം. ഒരു കാരണവശാലും പിണറായി വിജയൻ ഈ പ്രതിപക്ഷ നേതാവ് ആകാൻ പാടില്ലായിരുന്നു. ഓക്കെ, താങ്കളുടെ അധികാര കൊതി കാരണം അതും കൂടി ആയിക്കോളൂ, പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് വേണമെന്ന് CPI ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ആവശ്യത്തോട് വളരെ പോസിറ്റീവായിട്ടല്ല പിണറായി വിജയനും അതുപോലെ തന്നെ CPMും എല്ലാം പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ധനമന്ത്രിയുടെ ഇടപെടൽ കൂടി വന്നപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയേ തീരൂ എന്ന് CPI ആരോപണം ഉന്നയിച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ആവശ്യത്തെക്കുറിച്ച് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി പറഞ്ഞത് അതൊക്കെ അടഞ്ഞ അധ്യായമാണ്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാകണ്ട എന്നാണ്. ഈ അടഞ്ഞ അധ്യായം എന്ന ഒരു പ്രസ്താവന ഇപ്പോൾ ആയുധമാക്കുകയാണ് CPIയുടെ നേതാവ് ബിനോയ് വിശ്വം തന്നെ ഇന്ന് പിണറായി വിജയൻ്റെ മറുപടിയുമായി വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് LDF ഒരു പ്രത്യേക സംവിധാനമാണ്. LDFിൽ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പരസ്പര ബഹുമാനം അതിനകത്തുണ്ട്. LDFിൽ ഏതെങ്കിലും ഒരു അധ്യായം അടയ്ക്കണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു പാർട്ടി വിചാരിച്ചാൽ മാത്രം നടക്കില്ല. അതായത് പിണറായി വിജയനോ CPMോ മാത്രം വിചാരിക്കേണ്ട കാര്യമല്ല, LDF കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് ഇപ്പോൾ ഈ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അതായത് പിണറായി വിജയനെ ഇപ്പോൾ ശക്തമായ വിമർശനം തന്നെ. മുമ്പ് തിരുവായ്ക്ക് എതിർവായില്ലായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾക്ക് ആരും മറുപടി പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ പിണറായി വിജയനെ സ്വന്തം ഘടകകക്ഷികളും സ്വന്തം പാർട്ടി നേതാക്കന്മാർ വരെ വാരി അലക്കുകയാണ്. ഇത് വീട്ടിൽ പോയി കൽപ്പിച്ചാൽ മതി എന്നുകൂടി അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇവിടെ എന്തെങ്കിലും അധ്യായം അടയ്ക്കണമെങ്കിലോ തുറക്കണമെങ്കിലോ ഈ പാർട്ടികളെല്ലാം ഒരുമിച്ചിരുന്നാണ് തീരുമാനിക്കുക. അത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത്. മാത്രമല്ല ഒരാൾ കൽപ്പിക്കും ബാക്കിയെല്ലാം അനുസരിക്കും എന്നത് LDFിലെ ഒരു സമ്പ്രദായമല്ല. അതുകൊണ്ട് ഈ കൽപ്പിക്കലും അനുസരിക്കലും ഒന്നും ഇവിടെയില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ LDF എന്നത് ഒരൊറ്റ മുന്നണിയാണ്. അതിനകത്ത് മറ്റാരും അല്ല, ഒരു ജ്യേഷ്ഠ മനോഭാവം അല്ലെങ്കിൽ വലിയേട്ടൻ മനോഭാവം അത് പാടില്ല, അത് CPMനൊട്ടും പാടില്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. വീട്ടിൽ പോയി കൽപ്പിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ തന്നെയാണ് ബിനോയ് വിശ്വം ഇപ്പോൾ വായടച്ചുള്ള മറുപടി ഇപ്പോൾ പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ നേരത്തെ ഈ
മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞഴിഞ്ഞപ്പോൾ LDF താഴെ പോകുന്നു. ആ ഒരു പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് താൻ വരുന്നില്ല എന്ന് തീരുമാനിക്കണമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് നിയമസഭ ചേരുന്ന സമയത്താണ്. കനത്ത ആക്രമണം തന്നെയാണ് ഭരണപക്ഷ MLA മാർ അഴിച്ചുവിടുന്നത്. 10 വർഷത്തിന് ശേഷം അവർ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്സാഹം അവരുടെ എല്ലാ MLA മാരിലും ഉണ്ട്, പുതുമുഖങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷം എന്തെങ്കിലും ഒരു വിഷയം എടുത്ത് അവതരിപ്പിച്ചാൽ അതിനെ ശക്തമായി VD സതീശൻ സർക്കാർ നിയമസഭയിൽ പ്രതിരോധിക്കുന്നുവെന്ന് മാത്രമല്ല, വലിയ രീതിയിൽ പിന്തുണ ഈ VD സതീശന് ഭരണപക്ഷ MLA മാരിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പിണറായിയെ നിയമസഭയിൽ വാരി അലക്കുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നത് പിണറായിക്ക് ഒട്ടും ശോഭ നൽകാത്ത ഒരു സ്ഥാനമാണ് എന്ന് പാർട്ടി പോലും വിലയിരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ മുതിർന്ന ചില നേതാക്കന്മാർക്ക് ഈ പദവി സംസ്ഥാന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവി നൽകിയാലോ എന്ന് CPM ആലോചിച്ചു വരികയാണ്. മാത്രമല്ല മറ്റു ചില ഘടകകക്ഷികളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ദുർബലനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവിനെ കുറിച്ചുള്ള CPI വാദം. അതിന് ആദ്യം ഏതെങ്കിലും തരത്തിലുള്ള ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചുകൊണ്ട് CPIയുടെ വായടപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇനി അത് നടന്നില്ല എങ്കിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാഹചര്യവുമുണ്ട്.